ഇന്ന് നമ്മൾ ഒരു പുതിയ ഐറ്റംസുമായിട്ടാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ഇറച്ചിയുടെ ടേസ്റ്റും അതേ അവസരത്തിൽ വെജിറ്റേറിയനായ ഒരു ഫുഡും. ഇത് വൈകുന്നേര സമയങ്ങളിലൊക്കെ വീട്ടിൽ നമ്മൾ സിനിമയൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു അവധി ദിവസമൊക്കെ വരുമല്ലോ, സെക്കൻഡ് സാറ്റർഡേ, അന്ന് വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടുകൂടെ ചുടുചായയൊക്കെ കുടിച്ച് അങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്തേക്കും നമുക്ക് ഒരു പുതിയ ഐറ്റംസ് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുമ്പോൾ ഇതെന്താ അമ്മേ, ഇതെങ്ങനെ ചെയ്തു, ഇത് നന്നായിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മക്കളുടെ വായിൽ നിന്നും ജീവിത പങ്കാളിയുടെ വായിൽ നിന്നും ഒക്കെ കേൾക്കുമ്പോൾ എത്ര സുഖമായിരിക്കും, എത്ര സന്തോഷമായിരിക്കും അല്ലേ. എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. വേണ്ടിയിട്ട് കുറച്ച് കപ്പ, അത് നിങ്ങളുടെ അളവനുസരിച്ച്, ആളിൻ്റെ അളവനുസരിച്ചൊക്കെ എടുത്താൽ 10 പേരുണ്ടെങ്കിൽ അതനുസരിച്ച്, 5 പേരുണ്ടെങ്കിൽ അതനുസരിച്ച്, 3 പേരുണ്ടെങ്കിൽ അത് നമ്മുടെ കണക്കനുസരിച്ച് നമുക്കെടുക്കാം. ഇതിനകത്തോട്ട് ഈ കപ്പ ഇടുകയാണ്. അതിന് ഉള്ളിലേക്ക് 3 സ്പൂൺ, ഇത് ഞാൻ ഇച്ചിരി കപ്പ കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി കൂടുതൽ കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി, എത്ര അളവെന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ ഒരു ഉദ്ദേശം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതല്പം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ല. അതുകൊണ്ട് എന്നാൽ ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പേസ്റ്റാക്കിയതാണ്. ചതച്ചങ്ങനെ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇങ്ങനെ പേസ്റ്റാക്കി ഇട്ട് കൊടുത്തിരുന്നാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി എപ്പോഴും കളറ് കൂട്ടാനും എരിവ് കുറഞ്ഞിരിക്കാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീർ ചില്ലിയാണ്. അതുകൊണ്ട് 1 സ്പൂണ് അല്ല 1.5 സ്പൂണ് കാശ്മീർ ചില്ലി അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ കുരുമുളക് നമുക്ക് ഒത്തിരി ഗുണപ്രദമാണ്, അതോടൊപ്പം ടേസ്റ്റ്ഫുള്ളും ആണ്. ഇതാ ഗരം മസാല, കായം, പച്ചമുളക് 4 പച്ചമുളക്, 4-5 പച്ചമുളക്, നമ്മളെ എരിവ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇച്ചിരി കറിവേപ്പില, അതും നമുക്ക് അതിൽ ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് അത് അവിടെ ഇരുന്ന് അതിനകത്തോട്ട് പിടിക്കട്ടെ. അങ്ങനെ കോഴിയില്ല കോഴിക്കാലിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതിന് മാമോദീസ കൊടുത്തിട്ടില്ല, നിങ്ങൾ ഇഷ്ടമുള്ള പേര് പറയുക, അതായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് 10 മിനിറ്റ് 20 മിനിറ്റോളം നമ്മളിത് വെച്ചിരുന്നു. അതൊന്ന് പിടിച്ചിരിപ്പുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിരിപ്പുണ്ട്, അതിൽ എണ്ണ ഒഴിച്ച്
മാമോദീസ കൊടുക്കാത്ത വളരെ ചെറുപ്പമുള്ള എന്ന് വെച്ചാൽ അധികം ഒന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ലാത്ത ഒരു പുതിയ പലഹാരമാണ്. ഇതിന് കോഴിയില്ല കാലെന്നോ കോഴിക്കാലെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞ് വിളിക്കാം. എന്തായാലും ഇതിന് പേരിടാൻ ഞാൻ നിങ്ങളെ തന്നെ ക്ഷണിക്കുകയാണ്. നല്ല പേര് തരുന്നവർക്ക് ഒരു സമ്മാനം. ഇതാ